ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കിച്ചണിൽ സാധാരണ ഉണ്ടാവാറുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. സേമിയയും ഏത്തപ്പഴവും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കായ് സേമിയ പോള എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെന്റ് കപ്പിലുള്ള 1 കപ്പ് സേമിയാണിത്. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വറുത്ത സേമിയ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഇതുപോലെ 4ആയിട്ട് കീറി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏത്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാടങ്ങ് പഴുത്തു പോയ ഏത്തപ്പഴം എടുക്കരുത്. ഏത്തപ്പഴം എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ബദാം നട്ട്സോ പിന്നെ വേണമെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഞാനൊന്ന് വറുത്ത് വെച്ചിരുന്നതായിരുന്നു. ഇത് ഒന്നും കൂടി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കോരി മാറ്റാം. നട്ട്സ് എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിൽ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുക്കണം. ഉണക്കമുന്തിരി ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഉണക്കമുന്തിരി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് കോരി മാറ്റാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഉണക്കമുന്തിരി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴന്ന് പോവരുത്. കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിത് കോരി മാറ്റാം. മൂത്ത് വന്ന ഏത്തപ്പഴം എല്ലാം കോരി മാറ്റിയതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കണം. വറുത്ത സേമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് അഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഈ സേമിയ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. സേമിയ വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിതുപോലെ വറുത്തെടുക്കുന്നത്. കളറൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സേമിയയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഈ സേമിയ വേവുന്നതിനാവശ്യമായ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പാലിൽ കിടന്ന് വേണം ഈ സേമിയ വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് നമ്മളിതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. തുടർച്ചയായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയയും പാലും ഒക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ സേമിയയിൽ കുറച്ച് മധുരം പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പിന്നീട് പഞ്ചസാര ചേർക്കുന്നതാണ്. സേമിയ ഒരുപാടങ്ങ് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കുമ്പോഴേക്കും വീണ്ടും നല്ലതുപോലെ വെന്തം കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സേമിയ പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള കോഴിമുട്ടയാണ്. മുട്ട എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 12 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര സേമിയയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ വേവിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ സേമിയ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന ആ ഏത്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഏത്തപ്പഴം എല്ലാം നീക്കിയിട്ട് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാത്രത്തിൽ നിറച്ചായിട്ടുണ്ട്. ഇനി ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല.
അതിനായിട്ട് ഞാനിവിടെ കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗവും ഞാൻ നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അടിയിലും സൈഡിലും ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള കുറച്ച് നട്ട്സ് കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുകളിൽ വിതറി കൊടുക്കാനായിട്ട് കുറച്ച് നട്ട്സ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നെയ്യ് തൂത്ത് കൊടുത്ത ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സൂക്ഷിച്ച് എല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോഴിത് റെഡിയാക്കുന്നതിന് മുന്നേ ഞാനിവിടെ സ്റ്റവിലൊരു പാന് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പഴയ ഒരു ദോശക്കല്ലായാലും മതി. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൂട്ട് വെച്ച് കൊടുക്കുകയാണ്. ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് സമയം നല്ല ചൂടിലിട്ട് വേവിച്ച ശേഷം നമുക്കിത് തീ കുറച്ച് കൊടുക്കാവുന്നതാണ്. 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് ബാക്കിയുള്ള കുറച്ച് നട്ട്സും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഈ സമയമൊക്കെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നട്ട്സൊക്കെ വിതറി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ഒരു 20-25 മിനിറ്റ് സമയം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. 25 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് വെന്തോന്നറിയാനായിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് എടുത്ത് ഒന്ന് കുത്തി നോക്കുകയാണ്. മുകൾ ഭാഗം കണ്ടാൽ വെന്തില്ലെന്ന് തോന്നുമെങ്കിലും സ്റ്റിക്കിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നല്ലതുപോലെ തണുത്ത ശേഷം ഒരു കത്തി കൊണ്ട് ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രം മുകളിൽ വെച്ച് കമത്തി തിരിച്ചിടുകയാണ്. പരന്ന പാത്രമായതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് തട്ടി കൊടുക്കാം. അടിഭാഗത്തു നിന്നൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഇനി ഇത് പതുക്കെ നമുക്ക് ഉയർത്തിയെടുക്കാം. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, അധികം കരിഞ്ഞു പോകാതെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ് സേമിയ പോള ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.